അച്ഛൻ വല്ല സംഭവം അറിഞ്ഞോ? എന്നാടാ വേലി? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലെന്ന്. നീ കാര്യം പറ. അല്ല, അച്ഛൻ വല്ല സംഭവം അറിഞ്ഞെങ്കി അതൊന്ന് ചോദിച്ചറിയാലോ എന്ന് വെച്ചതാ. ഒറ്റ അടി വെച്ചാലുണ്ട് സർവ്വം നശിപ്പിച്ചില്ലേ വൃത്തികെട്ടവൻ. ഇതെന്നാച്ചോ ഇത്? അത് തന്നെയാണ് നീ നശിപ്പിച്ചു ഞാൻ പറഞ്ഞത്. 6500-730. തെറ്റ് പറയാതെ കഴുത. അച്ഛൻ കാര്യം പറയാച്ചാ. എന്നതാ ഇത്? ഇടവകയിലുള്ള നേർച്ചപ്പടത്തിന്റെ കണക്കാ? ഇത് ഏഞ്ചൽ മോള് ജോൺസനെ വിളിച്ച നമ്പരാ. അച്ഛൻ എവിടുന്ന് കിട്ടി? വിളിക്കച്ചോ, ഈ നമ്പറിലേക്ക് വിളിക്ക്. എന്നിട്ട് മാലാകുട്ടി എവിടെയാന്ന് ചോദിക്ക്. എടാ ബുദ്ധിയില്ലാത്തവൻ മണ്ട. ഇതിൽ മൊത്തം 5 അക്കമല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ഫോൺ നമ്പർ ഉണ്ടോ ഇപ്പോ? ഓ, അത് ശരിയാണല്ലോ. അല്ല, ഇതിന്റെ ബാക്കി നമ്പർ എവിടെയാ? ഇത് ഏഞ്ചൽ വിളിച്ച ഫോണിന്റെ അവസാനത്തെ 5 അക്കങ്ങളാ. മാതാവ് പറഞ്ഞു തന്നു, ഞാൻ എഴുതിയെടുത്തു. എങ്കിൽ ആദ്യത്തെ അക്കങ്ങളും കൂടി എഴുതച്ചോ. അത് ഇടയ്ക്ക് വെച്ച് കയറി നീ നശിപ്പിച്ചില്ലേ വിവരദോഷി. ഞാൻ വന്നെന്ന് പറഞ്ഞ് അച്ഛൻ എന്തിനാ നോക്കാൻ പോയത്? അച്ഛാ, ഏകാഗ്രത വേണം. ഏകാഗ്രത അല്ല, ഏകാഗ്രത അത് വേണം. ഇപ്പൊ തെറ്റ് എന്റേതായി ഇല്ലയോ? നീ ആ സർവ്വവും നശിപ്പിച്ചത്. നമ്പർ മുഴുവൻ കിട്ടിയിരുന്നല്ലേ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കായിരുന്നു. എന്റെ അച്ഛൻ ഉള്ള അത്ര നമ്പർ പോലീസിനുണ്ട്, കൊടുക്ക്. എന്നിട്ട് എന്നെ എടുക്കാനാ? അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. അച്ഛൻ മനസ്സറിഞ്ഞ് ഒന്നുകൂടി മാതാവിനോട് പ്രാർത്ഥിക്ക്. മാതാവ് വാക്കി പറഞ്ഞു തരും. ഓ, അതിന് നടക്കുന്ന ലക്ഷണമില്ല. ഞാൻ വിട്ടു. വിട്ടോ? 03756. ബാക്കി 5 അക്കം ഏതൊക്കെ ആയിരിക്കും? പപ്പയുടെ പഴയ സാധനങ്ങളാ, എല്ലാം ഒന്ന് പെറുക്കി ഒതുക്കണം. പെറുക്കി ഒതുക്കിയിട്ട് ഇപ്പൊ എന്തിനാ അമ്മച്ചി ഇതൊക്കെ വലിച്ചു വരിയിടുന്നേ? വലിച്ചു വരിയിട്ടതൊന്നും അല്ല. ദാ, പപ്പ കേസ് പറഞ്ഞതിന്റെ കടലാസുകളാ ഇതല്ല. എല്ലാത്തിലും തോറ്റു, ജീവിതത്തിലും. നോക്ക്, കോടതി തോറി എത്ര കാലോ കേറിയിറങ്ങിയത്. അതൊക്കെ അവിടെ വെച്ചേക്ക്, പിന്നെങ്ങാനും പെറുക്കി ഒതുക്കാം. എപ്പോഴായാലും ഒതുക്കണം. ദേ, ഇതൊക്കെ അവിടെ ഇവിടെയും വലിച്ചു വാരിയിട്ടാ പറ്റില്ലല്ലോ. അമ്മച്ചി അതൊക്കെ അവിടെ വെച്ചേക്ക്. ആ, ഇതെന്താണെന്നറിയോ? പുതിയ വീടിനു വേണ്ടി വരപ്പിച്ച പ്ലാനാ. എടി റീത്താമ്മേ, കേസ് ജയിച്ചു കഴിഞ്ഞാലേ നിനക്കും മോക്കും വെച്ചു തരാൻ പോകുന്ന ബംഗ്ലാവാണെന്നാ പറഞ്ഞത്. എല്ലാം പൊടി പിടിച്ചു. ചിലതൊക്കെ ചിതല് തിന്ന് പാതിയായി. റീത്താമ്മ വല്ലതും കഴിച്ചോ? ഇല്ല. എപ്പോഴും അതേ കിടപ്പ് തന്നെയാണോ? ഇപ്പോഴത്തെ പെരുമാറ്റം കാണുമ്പോഴാ എനിക്ക് കൂടുതൽ പേടി തോന്നുന്നത്. അതിനിപ്പോ എന്തുണ്ടായി? പപ്പയുടെന്ന് പറയുന്ന സർവ്വ സാധനങ്ങളും അമ്മച്ചി അവിടെ പെറുക്കി കൂട്ടുക.
പഴയ പെട്ടിന്നും അലമാരിന്നും കടലാസുകളും പപ്പയുടെ ഉടുപ്പുകളും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. ജോണച്ചായനിനി ഇല്ല എന്ന് വിശ്വസിക്കാൻ പാടാ പാവത്തിന്. അതിൻ്റെ ഒരു തകർച്ച മോള് പേടിക്കണ്ട. അതല്ല പൊന്നച്ച, പപ്പ മരിച്ചാ പിന്നെ ഞാനില്ലാന്ന് അമ്മച്ചി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന ഓരോ വാക്കുകളിലും ഒരു അപകടം തോന്നുന്നു എനിക്ക്. മനസ്സൊന്ന് മാറാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. അത് കുഴപ്പമായോ? എന്ത്? ജോണച്ചായൻ മരണത്തിലൂടെ ചെയ്തത് ഒരർത്ഥത്തിൽ രക്ഷപ്പെടാനാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഓർമ്മകളുടെ ശക്തി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോ. പതറിയ മനസ്സാ, വേണ്ടാത്തൊന്നും തോന്നിപ്പിക്കണ്ട. ആ 4. ആ 4. രണ്ട് സൂപ്പർ. അങ്ങനെ ബെന്നെടുക്കാം. 9. 9. എന്നാടാ വയലിൽ നീ കാണിക്കുന്നത്? അച്ഛൻ നോക്കിക്കോ. ദേ ഇനി 2 നമ്പര് അതോടെ കിട്ടിയാലേ പിന്നെ കളി അങ്ങ് മാറുക. ഓ ആ ഇവനെടുക്കാം. 8. 8. ഇതാണ് 8ന്റെ പണി. 8. എടാ ബൈലി, ഇനി ബാക്കിയുള്ളത് 1. ദേ ഏതെങ്കിലും ഫോൺ നമ്പർ 1 തുടങ്ങുന്നതായിട്ടുണ്ടോ? അയ്യോ ഇല്ലേ? ഇല്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണല്ലോ നറുക്കിട്ടത്, എന്നിട്ട് തെറ്റിയോ അത്? എടാ ബൈലി പൊട്ട, ഇത്തരം ഞൊണുക്ക് പരിപാടിയൊക്കെ മാതാവ് കൂട്ടു നിൽക്കുകയല്ല. അപ്പൊ നറുക്കിട്ട് ഞാൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? അച്ഛൻ പറയച്ചാ, ഇനി എന്ത് ചെയ്യും? എടാ പൈലി, ഈ നമ്പർ അറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അച്ഛനാണോ അത്? ഞാനല്ലാതെ എത്ര പ്രാവശ്യം പറഞ്ഞതാ. ഏഞ്ചൽ എവിടെയുണ്ടെന്നും ഏഞ്ചൽ വിളിച്ച നമ്പർ ഏതാണെന്നും സൂക്ഷ്മമായി അറിയാവുന്നത് മാതാവിന് മാത്രമാ. മാതാവിനോട് ചോദിച്ചിട്ടല്ലേ ഞാൻ നറുക്കിട്ടത്. ഈ മാതാവല്ല, പിന്നെ ഏഞ്ചൽ മോളുടെ മാതാവ്, മാലാഖ കുട്ടിയുടെ മാതാവ്, കപ്പേളയിലെ മാതാവ്. അച്ഛനൊന്ന് പോച്ചൊന്നു. അങ്ങനെ മാതാവ് പലതുണ്ടോ? തൽക്കാലം ഞാൻ ഉണ്ടെന്ന് തന്നെ പറയും. ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ കാര്യം എന്നാന്ന് പിന്നെ പറയാം. അച്ചോ നിക്കച്ചോ, ഒന്ന് നിന്നേ. കപ്പളയിലെ മാതാവിനെ ഇതിന്റെ ആദ്യത്തെ 5 അക്കം അറിയാവോ? അറിയാം. അയ്യോ, കപ്പേളയിലെ മാതാവിനെ എല്ലാം അറിയാം. കപ്പേളയിലെ മാതാവ് ഏറ്റു, ഞാൻ ഏറ്റു. ഇനി എന്ത് വേണമെന്ന് ഈ പൈലിക്കറിയാം. എന്റെ മാതാവേ, ഈ ഒറ്റയ്ക്ക് വന്ന എന്നാന്ന് വെച്ചാലേ ഒരു രഹസ്യ പരിപാടിയാണേ. അയ്യോ, അതൊന്നുമല്ല, ഇതൊരു നല്ല കാര്യമാണ് മാതാവേ.
മാതാവിന് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ കാര്യമാണ്. അതായത് കാര്യം ഞാൻ മാതാവിനോട് വിശദമായിട്ട് പറയാം. അല്ലെങ്കിൽ ഞാൻ എന്തിനാ കൂടുതലായിട്ട് പറയുന്നേ? മാതാവിൻ്റെ കൊച്ചല്ലേ ഏഞ്ചല്, മാതാവിന് അറിയാമല്ലോ കാര്യങ്ങൾ. അപ്പം പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, മാലാക്കുട്ടി ജോൺസൺ വിളിച്ച നമ്പറിൻ്റെ അവസാന 5 അക്കം അച്ഛൻ കണ്ടുപിടിച്ചിട്ടുണ്ട്.